ഗസയിലെ ഹമാസിന്റെ ആക്രമണം നടക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് ഓഹരി വ്യാപാരികൾ വരാനിരിക്കുന്ന സംഭവങ്ങൾ കാത്തിരിക്കുന്ന പോലെയായിരുന്നു. ആ ആക്രമണത്തിന് മണിക്കൂറുകൾ മുമ്പ് തെല്ലവീവ് ഓഹരി വിപണിയിൽ ഇസ്രായേലി ഓഹരികൾ സമാനതകളില്ലാത്ത വിധം വിറ്റഴിക്കപ്പെട്ടു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസർ റോബർട്ട് ജാക്സൺ ജൂനിയറും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ജോഷുവ മിറ്റ്സും കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലാണ് നടത്തിയത്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ തൂഫാനുൽ അക്സ ഓപ്പറേഷൻ ഇസ്രായേലിലെ നിക്ഷേപകർ നേരത്തെ അറിഞ്ഞിരുന്നു എന്നാണ് US ഗവേഷക സംഘം പറയുന്നത്. ആക്രമണത്തിന് പിന്നാലെ വൻ വിലയിടിവ് മുൻകൂട്ടി കണ്ട് വലിയ വിലക്ക് ഓഹരികൾ വിറ്റഴിച്ച് പിന്നാലെ തുച്ഛവിലക്ക് അവ സ്വന്തമാക്കിയെന്നാണ് ആരോപണം. ഇസ്രായേലിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ പോലും കാണാത്ത വിറ്റഴിക്കലാണ് ഹമാസ് ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതെന്ന് 66 പേജ് വരുന്ന ഗവേഷണ റിപ്പോർട്ട് പറയുന്നു. 2008 ലോകമാന്യം, 2014 ഇസ്രായേൽ ഗസ യുദ്ധം, കോവിഡ് മഹാമാരി എന്നീ കാലഘട്ടങ്ങളിൽ പോലും ഇത്ര വലിയ വിറ്റഴിക്കൽ നടന്നിട്ടില്ല. ശരാശരി ദിവസത്തിൽ 2000 ഓഹരികൾ വിൽപ്പന നടന്നിരുന്നിടത്ത് ഒക്ടോബർ 2 മാത്രം 2,27,000 ആയിരുന്നു വ്യാപാരം. ഒരു ഇസ്രായേൽ കമ്പനി ഈ ദിവസം ഒറ്റയ്ക്ക് $9 ലക്ഷം ലാഭമുണ്ടാക്കിയതായാണ് കണ്ടെത്തൽ. ഇസ്രായേലിലെ ഏറ്റവും വലിയ ബാങ്കായ ലൂമി 44.3 ലക്ഷം ഓഹരികളാണ് സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 5 വരെ വിറ്റഴിച്ചത്. സ്ഥാപനം ഇതുവഴി ലാഭമുണ്ടാക്കിയത് $86.2 കോടി, ഏകദേശം 7,186 കോടി രൂപ വരും. ഇത് ആക്രമണത്തിന് തൊട്ടുടൻ കാലാവധി എത്തും വിധമുള്ള ഓഹരി വ്യാപാരങ്ങളാണ് പലതും. ഹമാസ് ആക്രമണങ്ങൾ നടക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് തന്നെ ഓഹരി വ്യാപാരികൾ വരാനിരിക്കുന്ന സംഭവങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു. അതുവരെയും കാര്യമായി ഇടപാടുകൾ നടക്കാതിരുന്ന MSCI ഇസ്രായേൽ ട്രേഡഡ് ഫണ്ടിൽ ഒക്ടോബർ 2 ആവശ്യം വൻതോതിൽ വർദ്ധിച്ചു. ഓഹരികൾക്ക് വൻ വിലയിടിവ് മുന്നിൽ കണ്ടുള്ള വിറ്റഴിക്കലാണ് ഇവിടെ നടന്നത്. ഇങ്ങനെ വിലയിടിഞ്ഞ ഓഹരികൾ കുറഞ്ഞ വിലക്ക് വീണ്ടും സ്വന്തമാക്കി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിലായത് ആക്രമണങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ വ്യാപാരികൾ ഈ ദുരന്തങ്ങൾ ലാഭക്കച്ചവടമാക്കി മാറ്റിയെന്നാണ്. US-ലും മറ്റു രാജ്യങ്ങളിലും നേരത്തെ വിവരം ലഭിച്ച അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെ വ്യാപാരം നടക്കാറ്. റിപ്പോർട്ടിൽ പ്രൊഫസർമാർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ഏപ്രിലിൽ ഹമാസ് ആക്രമണ സാധ്യതാ റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ചെറുതായി ഇതേ വിറ്റഴിക്കൽ കണ്ടിരുന്നെന്നും അവർ പറഞ്ഞു. ഈ പഠന റിപ്പോർട്ട് ഇസ്രായേൽ വാർത്താ വെബ്സൈറ്റായ ദ മാർക്കറാണ് ആദ്യമായി പുറത്തു കൊണ്ടുവന്നത്. ഹമാസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇസ്രായേലിൽ വൻ വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. 6 മാസം മുമ്പ് ഗസ അതിർത്തിയിൽ പടനീക്കം നടക്കുന്നത് അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്തതായി ഒരു ഇസ്രായേലി സൈനികനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം സംഭവം നേരത്തെ അറിയാമെന്നും ഇതിനെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇസ്രായേൽ ഓഹരി വിപണി അധികൃതർ വ്യക്തമാക്കി. ഹമാസ് ഇസ്രായേൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മിന്നലാക്രമണം നടത്തുമെന്ന് 1 വർഷം മുമ്പ് തന്നെ ഇസ്രായേലിന് വിവരം ലഭിച്ചിരുന്നതായും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ജെറീക്കോ മതിൽ എന്ന് കോഡുനാമം നൽകിയ 40 പേജുള്ള രേഖയിൽ മിന്നലാക്രമണ സാധ്യതയെക്കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു എന്ന് ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇസ്രായേൽ സൈന്യവും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് തള്ളുകയായിരുന്നു. ഇത്തരമൊരു ആക്രമണം നടത്താൻ ഹമാസിന് കഴിയില്ലെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹമാസ് ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈനിക ഇന്റലിജൻസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നുവെന്ന് ഇസ്രായേലി പത്രമായ ഹാരറ്റ്സും കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു.